കോഴിക്കോട് ഫറോക്ക് പഴയ പാലം അപകടാവസ്ഥയിൽ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലത്തിന്റെ താഴെ ഭാഗത്തുള്ള ഗാർഡറുകൾ പലയിടത്തും തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ അറ്റകുറ്റപ്പണിക്കും ദീപാലങ്കാരത്തിനും മാത്രം കോടികൾ ചിലവഴിച്ച പാലത്തിനാണ് ഈ ദുർഗതി. പുതിയ പാലത്തിന് ഭരണാനുമതി ലഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളിൽ ഒന്നായിരുന്നു ഫറോക്ക് പാലത്തിന്റെ സൗന്ദര്യവൽക്കരണം. 1,65,00,000 രൂപ ചിലവഴിച്ച് പാലത്തിന്റെ മോടി കൂട്ടി ദീപാലങ്കൃതമാക്കിയത് 2 വർഷം മുൻപാണ്. അതിനും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് 90 ലക്ഷം ചിലവഴിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. എന്നാൽ പുറംമോടിക്കപ്പുറം പാലത്തിന് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പാലത്തിന്റെ മധ്യഭാഗത്തെ ഗർഡറുകൾ തുരുമ്പെടുത്ത് ദ്രവിച്ച അവസ്ഥയിലാണ്. ഗർഡറുകളെ തൂണുമായി ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് ഭാഗം തുരുമ്പെടുത്ത് അടർന്നു വീണിരുന്നു. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് ഫറോക്കിലെ ഇരുമ്പ് പാലം. 1.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള പാലത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇത് നിലനിർത്തിക്കൊണ്ട് തന്നെ ബദൽ പാലം നിർമ്മിക്കാനായിരുന്നു സർക്കാർ നീക്കം. 2023 പുതിയ പാലത്തിന് നിർമ്മാണ അനുമതി ലഭിക്കുകയും ചെയ്തു. എന്നാൽ പുതിയ പാലം നിർമ്മിക്കാൻ കേന്ദ്രാവിഷ്കൃത സേതുബന്ധൻ പദ്ധതിയിൽ 55 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച് 2 വർഷം പിന്നിട്ടെങ്കിലും നിർമ്മാണം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. പാലത്തിന്റെ അടിഭാഗത്തെ ക്രോസ് ബീമുകൾ തുരുമ്പെടുത്തതും ഗർഡറുകളോട് ചേർന്നുള്ള ഭാഗം ദ്രവിച്ച് അടർന്നു തുടങ്ങിയതും ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. അടിഭാഗത്തെ ബീമുകളും കേഡറുകളും ഒക്കെ ഈ ഉപ്പുകാറ്റൊക്കെ തട്ടി അത് ദ്രവിച്ചു പോയി മൊത്തത്തിൽ ബലക്ഷയം സംഭവിച്ചിരിക്കുകയാണ്. വല്ല അപകടവും സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ആ അപകടം സംഭവിച്ച് ആളുകൾക്ക് ജീവഹാനിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ കണ്ടമാനം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം ഇതിലെ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ജീവന് പോലും വില കൽപ്പിക്കാതെയാണ് ഇതിനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പാലത്തിന്റെ ബലക്ഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പഴയ പാലം സംരക്ഷണ സമിതി പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്. പാലത്തിന് മുള കൊണ്ട് പ്രതീകാത്മകമായി താങ്ങു നൽകിയുള്ള സമരം PV അൻവർ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ടൂറിസത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൊള്ളയുടെ ജീവിക്കുന്ന ഉദാഹരണം, വലിയ അപകടത്തിലേക്ക് പോകാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെടുകയും കേസെടുക്കുകയും ചെയ്ത ഈ സ്ഥിതിയിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ഗവൺമെൻറ്റിൽ നിന്നോ ഇന്ന് വരെ ഈ കാര്യത്തെക്കുറിച്ച് അക്ഷരം പറഞ്ഞിട്ടില്ല. ആരാണ് ഇതിന് അനുമതി കൊടുത്തത്? ഫിറ്റ്നസ് ഇല്ലാത്ത ഇതുപോലൊരു പാലത്തിൽ ഇത്ര കോടി ഉറുപ്പിക മുടക്കാനുള്ള ധൈര്യം മന്ത്രിക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഉത്തരം പറഞ്ഞേ പറ്റൂ. പാലത്തിന്റെ കരയിൽ റെയിൽവേ ഭൂമിയാണ്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് റെയിൽവേ ഭൂമി ലഭിക്കേണ്ടതുണ്ട്. റെയിൽവേ ഭൂമി പാട്ടത്തിനെടുക്കാൻ PWD അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിലും തീരുമാനം നീളുകയാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. റെയിൽവേ ഭൂമി ലഭ്യമാകാത്തതിനാൽ ഫറോക്ക് പഴയ പാലത്തിന് ബദലായി ചാലിയാർ ലക്ഷ്യമിട്ട് എക്സ്ട്രോഡോസ്ഡ് കേബിൾ പാലം നിർമ്മാണവും അനിശ്ചിതത്വത്തിലായി. 1.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള ഫറോക്ക് പഴയ പാലത്തിന്റെ അപകടാവസ്ഥ നേരത്തെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ പാലത്തിന്റെ അടിഭാഗം തുരുമ്പെടുത്തിരിക്കുകയാണ്. ജനങ്ങളുടെ ആശങ്ക കൂടുതൽ വർദ്ധിക്കുകയാണ്. കൂടാതെ ബദൽ പാലം വേണമെന്ന ആവശ്യവും ഇവിടെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നിതീഷിനോടൊപ്പം ദിലിഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.